ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ഡെൻമാർക്കിസ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച നമുക്ക് പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. നമ്മൾ അയൽവാസിയായിട്ടുള്ള പെർണീല ചേച്ചിൻ്റെ വീട്ടിൽ ഇന്നൊരു ചെറിയ പരിപാടി നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവരൊരു ആർട്ടിസ്റ്റാണ്. അവർ ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവരുടെ ഒരു ക്ലബ്ബുണ്ട് ഡെൻമാർക്കിൽ. ആ ക്ലബിൻ്റെ ആനുവൽ എക്സിബിഷനാണ് നടക്കുന്നത്. അപ്പോൾ അത് ഇവരുടെ വീട്ടിൽ വെച്ചിട്ട് ഇവരുടെ ഒരു ഫ്രണ്ടിൻ്റെയും സഹകരണത്തോടു കൂടി അവർ ചെയ്യാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പോയി കാണാം കേട്ടോ. അത് ഞങ്ങൾ കരുതി ഒന്ന് പോയി നോക്കാം. അവരുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫേസ്ബുക്കിൽ നോക്കി, അപ്പോഴാണ് അത് കണ്ടത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ അങ്ങോട്ട് പോവാനിറങ്ങി. ഈ ബോർഡ് കണ്ടിട്ട് നമ്മൾ ഓൾറെഡി അവരുടെ ഫേസ്ബുക്കിൽ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്, ആർക്കൊക്കെ പോകാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ അവരുടെ ഫോട്ടോസ് ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇവർ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസാണിത്. അപ്പോൾ വരക്കുന്ന ആളുകളും ഇങ്ങനെ ആർട്ട്, കലാപരമായ കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം കൂടെ ഉള്ള ഒരു ഗ്രൂപ്പാണിത്. അപ്പോൾ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫിൽ സന്തോഷം കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. ഇവരുടെ വർക്കുകളെല്ലാം ഇവർ പേജിൽ ഇട്ടിട്ടുണ്ട്. പെയിൻറ്റിങ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ഇവർ ചെയ്ത ക്ലേ മോഡലിങ്സ്, മീറ്റിങ്സിൻ്റെ കാര്യങ്ങൾ എല്ലാം ഇതിൽ കാണാം നമുക്ക്. അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എത്ര കളർഫുൾ ആക്കാനാണ് അവർ നോക്കുന്നതെന്നുണ്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാം പ്രായമുള്ള ആൾക്കാരാട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ കക്ഷി, പെർണീല ചേച്ചി. നമ്മളിവിടെ വന്ന് താമസിച്ചപ്പോൾ വീട്ടിലേക്കൊരു ബൊക്കെയൊക്കെ കൊണ്ടുവന്ന് നമ്മളെ വെൽക്കം ചെയ്തു. ഈ സ്ഥലത്ത് ഉള്ള കുറേ വീട്ടുകാരുണ്ട്. അപ്പോൾ അവരിൽ ആദ്യം വന്നത് ഈ ചേച്ചിയാണ്. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തി. എൻട്രൻസിൽ തന്നെ രണ്ടാളുടെ ഫോട്ടോയും വെൽക്കം ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടുള്ള ആരോ കാണിക്കുന്നുണ്ട്. അവരുടെ ഗാർഡനിലാണ് ഈ ആർട്ട് വർക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ കണ്ടപ്പോൾ ഓടി വന്നു. ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. ഇത് അവരുടെ വർക്കാണ്. പിന്നെ ഈ പെയിൻറ്റിങ്സ് അവരുടെ ഫ്രണ്ടിൻ്റെ വർക്കാണ്. നമ്മളെ കൂടാതെ വേറെ ആൾക്കാരോ അവിടെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുക. അവരുടെ ആ വർക്കുകൾ ഇതൊക്കെ പെർണീല ചേച്ചീൻ്റെ വർക്കുകളാണ്. അവർ നല്ല ഭംഗിയാക്കി എല്ലാം ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോന്ന് കണ്ട് ഇങ്ങനെ മുന്നോട്ട് നടന്നു. അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടായിരുന്നു. അവരുടെ ഗാർഡന് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഒരുപാട് വർഷമായിട്ട് അവർ ചെയ്യുന്ന വർക്കുകളാണ് ഇതെല്ലാം. ഈ കളക്ഷൻസൊക്കെ അവർ കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവർ പറയുണ്ടായി. ഇതവരുടെ ബാക്ക് യാർഡിലുള്ള ഒരു വുഡൻ മതിലാണ്. അതിൻ്റെ മുകളിൽ ഓരോ ക്ലേ മോഡൽസ് കാണാൻ പറ്റുന്നില്ലേ? ഇതൊക്കെ അവർ പണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് കുറേ സാധനം വന്നപ്പോൾ അവരിത് ഒഴിവാക്കാൻ വേണ്ടി എടുത്തപ്പോൾ അവർക്ക് തോന്നി അത് കളയണ്ടാന്ന്. സോ അവരുണ്ടാക്കിയതല്ലേ, അപ്പോൾ അവർക്ക് അതിനോടൊരു പ്രിയം ഉണ്ടല്ലോ. അപ്പോൾ അവരത് കളയാതെ ഇവിടെ ഇങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ വെച്ചു. അതും ഒരു കലയാണല്ലോ. ഈ പരിപാടി 2 ദിവസം ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ വന്ന് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴും അവിടെ വേറെ ആൾക്കാർ വന്ന് കാണുന്നുണ്ടായിരുന്നു. ഈ പീസ് ഓഫ് ആർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് യൂസ്ഡ് ടയർ വെച്ചിട്ടാണ്. അതവരുടെ ഫ്രണ്ടിൻ്റെ വർക്കാണ്. അവർ കൂടുതലും പെയിൻറ്റിങ്സും പിന്നെ അതുപോലെ യൂസ്ഡ് ഐറ്റംസ് വെച്ചിട്ടുള്ള സാധനങ്ങളുമാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ, ഇത് ശരിക്കും ഏതോ ഒരു ചെടീൻ്റെ ലീഫാണ്. എന്തായാലും നല്ല രസമായിരുന്നു. അതൊരു കുഞ്ഞ് എക്സിബിഷനാണ്. അവരുടെ പാംഫ്ലെറ്റൊക്കെ വെച്ചിട്ടുണ്ട്.
ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സെയിൽസും നടക്കുന്നുണ്ടേ. അപ്പോൾ അതൊരു കുഞ്ഞ് എക്സിബിഷനായിരുന്നു, ഒരു കുഞ്ഞ് എക്സ്പീരിയൻസും നല്ല വൈബായിരുന്നു അത്. അവിടുന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ആ കാണുന്നതാണ് നമ്മളെ വീട്, ഇതാണ് പെർണീല ചേച്ചീൻ്റെ വീട്. അപ്പോൾ അത്രയും അടുത്താണ് നമ്മളെ ചേച്ചീൻ്റെ വീട്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. സ്റ്റേ ട്യൂൺഡ് ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.